നമ്മൾ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഫസ്റ്റ് തെസ്സലോനിക്ക 4th chapter verses 13 to 18. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 13 മുതൽ 18 വരെ വാക്യം നമുക്കെല്ലാവർക്കും ചേർന്ന് വായിക്കാം. ഫസ്റ്റ് തെസ്സലോനിക്ക 4th chapter verses 13 to 18. നമുക്കൊന്ന് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെടുക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദം, ഒന്നുകൂടെ ഏറ്റു പറഞ്ഞാട്ടെ, ഗംഭീരനാദം. പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുവീൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ ദൈവജനവും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ അതരങ്ങളും ഹല്ലേലൂയ. അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മൾ പാടിയ പാട്ട്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകല അവൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേര് അനുഭവിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ് ഇന്ന് പകല. ഹല്ലേലൂയ. എല്ലാ അതരങ്ങളും വെറുതെ ആരും നിൽക്കരുത്. ഹല്ലേലൂയ. ഒരു സ്തുതിയും സ്തോത്രങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. സ്വർഗത്തിലേക്ക് ഹല്ലേലൂയ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ ഉയരുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ അനുഗ്രഹം, അതേ ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് പകല കടന്നു വരും. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. നമ്മുടെ സഭയിലേക്ക് കടന്നു വരും. നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കടന്നു വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കമ്മ്യൂണിറ്റിയിൽ കടന്നു വരും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ചയാണ്, അങ്ങേ സ്തുതിക്കുകയാണ്. ഈ വിശുദ്ധ ദിവസം അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ചയാണ്, അങ്ങേ സ്തുതിക്കുകയാണ്. അതേ സഭയ്ക്കെതിരെ, ഞങ്ങളുടെ ആരാധനയ്ക്കെതിരെ പോരാടുന്ന എല്ലാ പൈശാചിക ശക്തികളെയും ഇന്ന് രാവിലെ ഞങ്ങൾ ഒന്നിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ശാസിച്ച് വിടുതലെടുക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ വെളിപ്പെടുവാൻ ഇന്ന് പകൽ സ്വർഗം ഒരുക്കുമാറാകണമേ. കൂട്ടിക്കൊണ്ടുവന്ന അങ്ങയുടെ ദാസന്മാർക്കായി, ഹല്ലേലൂയ, ദാസിമാർക്കായി, കുഞ്ഞുങ്ങൾക്കായി, ഹല്ലേലൂയ, വ്യക്തികളായി, കുടുംബങ്ങളായി ഇന്ന് പകൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ രോഗികളായിട്ടുള്ളവർ ഹല്ലേലൂയ നിന്റെ അങ്ങയുടെ കരം നീട്ടുമാറാകണമേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് അങ്ങക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഡോക്ടർമാർക്ക് കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്നാൽ ഇന്ന് പകൽ അങ്ങക്ക് മാത്രമേ ഹല്ലേലൂയ കഴിയത്തുള്ളൂ. ഇന്ന് പകൽ there is power in the blood of Jesus Christ. There is a hallelujah victory in the blood of Jesus Christ. There is healing in the blood of Jesus Christ. ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടുമാറാകണമേ. ഇന്ന് പകൽ ഞങ്ങൾ അല്പസമയം ഞങ്ങളുടെ വചനത്തിന് മുമ്പിൽ ഭരിക്കുമ്പോൾ ഞങ്ങളോട് സംസാരിക്കുമാർ, ഇടപെടമാറണമേ. അതേ വിക്കനായ മോശയോടൊപ്പം ഇരുന്ന ദൈവമേ, ഇന്ന് പകല ഹല്ലേലൂയ അങ്ങയുടെ അഭിഷേകത്തോടെ ഹല്ലേലൂയ അടിയനെ ഇന്ന് ഹല്ലേലൂയ ചില വാക്കുകൾ പറയുവാൻ, അതേ ഹല്ലേലൂയ അങ്ങ് അഭിഷേകം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ക്രിയ ചെയ്ത് അങ്ങയുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ സ്വർഗം ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ. നമ്മൾ വായിച്ച വാക്യം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ 16-ാം വാക്യം മാത്രമായിരിക്കും.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അടുത്തതോടെ ഞാൻ വായിക്കുന്നു, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിച്ചു കൊള്ളുവിൻ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ഞാൻ അങ്ങനെ വായിക്കുകയാണ്. എത്ര പേര് അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയ മുതൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണെന്ന് പകരം. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്ന 1-2 ലേഖനത്തിലാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത്. ഈ 2 ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചാണ് വെളിപ്പെടുത്തുന്നത്. ക്രൈസ്റ്റ് ദ ലോർഡ് ഈസ് കമ്മിങ് സൂൺ. ഇത് ശക്തമായിട്ട് തെസ്സലോനിക്ക സഭയിൽ അത് ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അതേ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെസ്സലോനിക്ക സഭയ്ക്ക് അവിടെ കൺഫ്യൂഷൻ കടന്നു വന്നു. വിശ്വാസത്തിൽ നിന്ന് പകുത്ത പ്രാപിച്ചിട്ടില്ലാത്ത തെസ്സലോനിക്ക വിശ്വാസികളുടെ ചില സംശയങ്ങൾക്ക് മറുപടിയായിട്ട് അപ്പോസ്തലൻ പൗലോസ് എഴുതിയാണ്. ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ക്രിസ്തു താമസിക്കാതെ മടങ്ങി വരുന്നു, ഇമിനന്റ് റിട്ടേൺ എന്ന അന്നത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. അവർക്ക് സംശയം, ക്രിസ്തു താമസിക്കാതെ മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവരിൽ ചിലരുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു. അപ്പം അവരുടെ സംശയ നിവാരണത്തിന് അപ്പൊ അവര് വിചാരിച്ചു അവർക്ക് എന്ത് സംഭവിക്കും, തുടർന്നുള്ള ലൈഫ് ആഫ്റ്റർ ഡെത്ത്. വളരെ പ്രാർത്ഥനയോടെ വളരെ ശ്രദ്ധയോടെ ദൈവമക്കളായിരിക്കുക. അതിന് മറുപടിയായിട്ടാണ് അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയിരിക്കുന്നത്. അങ്ങോട്ട് നമ്മൾ കാണുവാണെങ്കിൽ ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് എല്ലാ അധ്യായത്തിലും പ്രതിപാദിക്കുന്നുണ്ട്. ഈ ലേഖനം എഴുതിയാൽ പൗലോസിന് 4 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, തെസ്സലോനിക്കയിലെ യുവവിശ്വാസികളെ താൻ പഠിപ്പിച്ച അടിസ്ഥാന ഉപദേശ സത്യങ്ങളിൽ ഉറപ്പിക്കുക. തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ തന്നെ ഇവിടെ ആയിരിക്കുന്ന ദൈവ മക്കൾക്ക് ഇത് ബാധകമായിരിക്കും. ഇന്നത്തെ കറണ്ട് സഭയ്ക്കും ദൈവമക്കൾക്കും ഈ തെസ്സലോനിക്ക സഭ അപ്പോസ്തലൻ പൗലോസ് എഴുതുന്നപ്പോൾ നമുക്കും അത് ബാധകമായിരിക്കും. ഇന്ന് പകല് അടിസ്ഥാന ഉപദേശ സത്യങ്ങൾ, എത്ര പേർക്ക് അറിയാം അടിസ്ഥാന ഉപദേശ സത്യങ്ങൾ? അടിസ്ഥാന ഉപദേശം ഇപ്പം ഞാൻ അത് എടുക്കുന്നില്ല. നമുക്കറിയത്തില്ലെങ്കിൽ പഠിക്കണം അടിസ്ഥാന ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്ന്. 2, കർത്താവിന് പ്രസാദകരമായ നിലയിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയാണ്. 3, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന വിശ്വാസികളെ ആശ്വസിപ്പിക്കുക. 4, ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് അവരുടെ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് പകല് ചില കാര്യങ്ങൾ ദൈവസന്നിധി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുവാൻ ദൈവസന്നിധി ഞാൻ പഠിക്കുകയാണ്. നമ്മുടെ ടൈറ്റിൽ മറക്കരുത്.
അതിന് കൊടുക്കുന്ന ഒരു ടൈറ്റിൽ ഞാൻ കൊടുക്കുന്ന ജയഘോഷത്തോടെ വരുന്നു. കമ്മിങ് വിത്ത് ട്രയംഫ്. യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ച വാക്യം. അവിടെ വായിക്കുകയാണ്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവിടെ വായിക്കുന്നു, for the Lord himself will come down from heaven with a loud command, with the voice of the archangel and with the trumpet call of God, and the dead in Christ will rise first. After that, we who are still alive and are left will be caught up together with them in the clouds to meet the Lord in the air, and so we will be with the Lord forever ever. നമ്മുടെ ജീവിതം താൽക്കാലികമാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്, അവർ ലൈഫ് ഈസ് ടെമ്പററി. ഇന്ന് കാണും, നാളെ നമ്മളുണ്ടോ എന്ന് അറിയത്തില്ല. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നു, നാളെ നമ്മളൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. അടുത്ത സെക്കൻഡിൽ നമ്മളുണ്ടോ എന്ന് അറിയാം. എപ്പോഴും ഞാൻ പറയുന്നത്, എപ്പോഴും ഈ പേഷ്യൻറ്റിനോടൊക്കെ എല്ലാം പറയും ഞാൻ. കാരണം കംഫോർട്ട് സോണിൽ കിടക്കുമ്പോൾ DNR അങ്ങനെയൊക്കെ കിടക്കുന്ന പേഷ്യൻ്റുണ്ട്, പറയും ദിസ് ഈസ് അവർ ടെമ്പററി പ്ലേസ്. അതുകൊണ്ട് ഇന്ന് പകല് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഇന്ന് പകല് താഴ്ത്തണം. അവിടെ വിളിക്കുകയാണ്, ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. നമ്മുടെ പ്രത്യാശ ഇതായിരിക്കും. ഈ ലോകത്തിൽ നമ്മൾ ഓടുമ്പോൾ അത് താൽക്കാലികമായിരിക്കുമ്പോൾ, എന്നാൽ നമ്മുടെ പ്രത്യാശ ഇന്ന് പകലും മറക്കരുത്. അതേ, ഈ വിധ 3 ശബ്ദങ്ങൾ നമ്മുടെ ജീവിതത്തിന് അത് അടയാളമായിരിക്കണം. നമ്മുടെ ജീവിതമാണ് ശബ്ദം. ജയമുണ്ടാകുന്നിടത്ത് ശബ്ദം ഉണ്ടായിരിക്കും. സൗണ്ട് ഈസ് അവർ ലൈഫ്. Where there is victory, there will be sound. മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗീയനാക്കി തന്നോടുകൂടെ ഇരുത്തുവാൻ യേശു സ്വർഗം വിട്ട് ഇറങ്ങി വന്നു. ഇത് ആരും പ്രസംഗിക്കത്തില്ല പ്രിയമുള്ളവരെ, പ്രസംഗിക്കണം. 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുകയും മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച് അനേകരെ ശിഷ്യരാക്കുകയും ചെയ്ത യേശു കർത്താവ് ഒടുവിൽ തന്റെ സ്വന്തം ജനം അവനെ ക്രൂശിച്ചു. നോക്കണം, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാർക്കും മറ്റ് അനേക സഹോദരന്മാർക്കും പല പ്രാവശ്യം പ്രത്യക്ഷനായി. അതിന്റെ ചുരുക്കം ഞാൻ പറയാം. ജീസസ് വാസ് ബോൺ human but revealed as the Son of God through his resurrection. ഉയർത്തെഴുന്നേൽപ്പ് നോക്കണം. അതിനുശേഷം നമുക്ക് വായിക്കുവാൻ കഴിയും, after that he was seen of above 500 brethren at once, of whom the greater part remaining unto this present, but some are fallen asleep. അനന്തരം അവൻ 500 അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കും, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. പുതിയ നിയമ
നിയമ വിശ്വാസികളുടെ ഒരു ദൈവം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ്. അതേ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യം. John chapter 14 verses 1 to 3. Let not your heart be troubled. Believe in God. Believe also in me. In my Father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you. And if I go and prepare a place for you, I will come again and receive you unto myself, that where I am, there he may be also. പുതിയ നിയമ വിശ്വാസികളുടെ പ്രത്യാശ ഇതായിരിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ ഒന്നുകൊണ്ട് നമ്മൾ പാടിയ പാട്ടുകൾ മൊത്തവും അതേ ഒന്നുകൊണ്ട് പാറപ്പെടരുത്, ഒന്നുകൊണ്ട് പ്രയാസപ്പെടരുത്, ഒന്നുകൊണ്ട് വേദന അനുഭവിക്കരുത്. എല്ലാം ദൈവത്തിൽ സമർപ്പിച്ച്, അതുകൊണ്ടാണ് നമ്മൾ പാടിയ what a friend we have in Jesus. Oh, help me Lord. നമ്മുടെ എല്ലാം തുറന്നു പറയുവാൻ, നമ്മുടെ വേദനകള് തുറന്നു പറയുവാൻ, നമ്മുടെ കണ്ണീര് ഒന്ന് തുറന്നു പറയുവാൻ അവന്റെ സന്നിധി മാത്രമേ ഉള്ളല്ലോ. ഇന്ന് പകല് ഹല്ലേലൂയ കണ്ണുനീരോടെ വേദന അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകല് ഹല്ലേലൂയ അവന്റെ സന്നിധി മാത്രമേ ഉള്ളൂ ആശ്വാസം നൽകുന്നത്. വേറെ ലോകത്തിൽ ഒരിടത്തും ആശ്വാസം നൽകത്തില്ല പ്രിയമുള്ളവരെ. നമുക്കിതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാ. പക്ഷെ ഇന്ന് പകല് നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവസന്നിധി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ അവൻ മാത്രമായിരിക്കണം, നമ്മുടെ സങ്കേതം അവൻ മാത്രമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ വായിച്ചത് ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്, നോക്കണം, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് പുതിയ നിയമ വിശ്വാസികളുടെ the hope of the new covenant, New Testament. പുതിയ നിയമ വിശ്വാസികളുടെ പ്രത്യാശ ഇതാണ് പ്രിയമുള്ളവരെ. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാണ് പുതിയ നിയമസഭയുടെ പ്രത്യാശ. നമ്മൾ യേശു കർത്താവിന് വേണ്ടി ഹാലിൽ കാത്തിരിക്കുന്ന ദൈവമക്കളാ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ എപ്പോഴാണ് കടന്നു വരുന്നത്? എപ്പോഴാണ് യേശു കടന്നു വരുന്നത്? പോയപ്പോൾ പറഞ്ഞതാണ്, ഞാൻ പോയതുപോലെ തിരിച്ചു വരും, നമ്മളെ ചേർക്കുവാൻ അവൻ തിരിച്ചു വരും. നമ്മൾ പാടിയ പാട്ട്, അവൻ തിരിച്ചു വരും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ പലരും വിശ്വസിക്കാതിരിക്കുമ്പോൾ ഇന്ന് പകല് നമുക്ക് വിശ്വസിക്കുവാൻ ഹല്ലേലൂയ അവന്റെ മടങ്ങി വരുക ആസന്നമായിരിക്കുമ്പോൾ ലോക സംഭവങ്ങൾ അവന്റെ മടങ്ങി വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയത്തില്ല. നാളെ എന്ത് സംഭവിക്കുന്നു, ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്ന്. പക്ഷെ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് അവൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് നമ്മളെ ചേർക്കുവാൻ ഹല്ലേലൂയ അവന്റെ മടങ്ങി വരവ് ആസന്നമായിരിക്കുമ്പോൾ ഇന്ന് പകൽ നമ്മളെ പ്രത്യാശയോടെ ഹല്ലേലൂയ വിശുദ്ധിയോടെ സ്ഥിരതയോടെ ഇന്ന് പകലായിരിക്കുമെങ്കിൽ നമ്മളെ ചേർക്കുവാൻ അവൻ കടന്നു വരും. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് 3 അഭിമുഖങ്ങളുണ്ട്. There are 3 prolongs to the second coming of Jesus Christ. ഒത്തിരി കൺഫ്യൂഷനൊക്കെ ഉണ്ട്. എങ്ങനെ നടക്കും? കള്ളനെ പോലെ വരും. പക്ഷെ എങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് പലരും പലതുമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമുക്കറിയത്തില്ല. എൻ്റെ ഓർമ്മ ശരിയാൽ ഞങ്ങൾ സഭയിൽ വന്ന സമയത്ത് ഒരു 6 മാസം ബൈബിൾ സ്റ്റഡി നടത്തിയിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ നോട്ടുകൾ സഹിതമാണ് ഞാൻ കൊടുത്തത്. ഇടയ്ക്ക് നമ്മുടെ അമ്മാമ്മ പറയും, നമ്മുടെ KJ ആൻറ്റി, പിന്നെ ആ നോട്ടുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറയും. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ
അതൊന്നുമല്ല. there are 3 prolongs to the second coming of Christ. ഒന്ന്, രഹസ്യ വരവ്. എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. കള്ളനെ പോലെ കടന്നു വരും. തന്റെ കാന്തിയായ മണവാട്ടിയെ ചേർക്കുവാനുള്ള പ്രധാനവുമായ പ്രത്യക്ഷതയാണ്. The first and most important appearance to bring his bride, the bridegroom. Christ comes as the bridegroom for his bride. മണവാട്ടിയെ ചേർക്കുവാൻ അവൻ വരും. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഇതിനെ പറ്റിയാണ് സംസാരിച്ചത്. ഒരു ദിവസം വരും പ്രിയമുള്ളവരെ, നമ്മളെ മണവാളനെ കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ചയാണ്. അതേ രഹസ്യ വരവ്, തൻ്റെ കാന്തിയായ മണവാട്ടിയെ ചേർക്കുവാനുള്ള പ്രധാനവുമായ പ്രത്യക്ഷത. 7 വർഷ പീഡകാലത്തിന്റെ മധ്യത്തിൽ രക്തസാക്ഷികളെ ചേർക്കുവാനുള്ള പ്രത്യക്ഷത. The appearance of the martyrs in the middle of the 7-year tribulation period. മൂന്നാമത്തേത്, 1000 ആണ്ട് വാഴ്ചയ്ക്കായി സകല ജനവും കാണെ ഇറങ്ങി വരുന്ന പ്രത്യക്ഷത. നോക്കണം, Christ returns in glory to reign for 1000 years. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ള ദൈവജനം ഒന്ന് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കടന്നു വരും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. 1000 ആണ്ട് വാഴ്ചയ്ക്കായി ഓ സകല ജനവും കാണെ ഇറങ്ങി വരുന്ന ഒരു പ്രത്യക്ഷത ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ചയാണ്, സ്തോത്രം ചെയ്യണം. ഇതൊന്നും വല്ല രഹസ്യ വരവ്. തൻ്റെ കാന്തയായ മണവാട്ടിയെ ചേർക്കുവാനുള്ള പ്രധാനവുമായ പ്രത്യക്ഷതയാണ് ഇമ്പോർട്ടൻ്റ്. നമ്മളതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരുമെന്ന് നമുക്കറിയത്തില്ല പ്രിയമുള്ളവരെ. ഏത് സമയത്തും ഒരുങ്ങി കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഹല്ലേലൂയ, ഹല്ലേലൂയ. മണവാട്ടി താൻ വിശുദ്ധിയോടെ ജീവിക്കുന്നത് പോലെ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ ഹല്ലേലൂയ വിശുദ്ധിയോടെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെങ്കിൽ ഹല്ലേലൂയ അവന്റെ മടങ്ങി വരവിൽ നമ്മൾ എടുക്കപ്പെടും. ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാ പ്രിയമുള്ളവരെ. നമ്മുടെ സൗന്ദര്യം നശിക്കും, നമ്മുടെ സമ്പത്ത് നശിക്കും, നമുക്കുള്ള വീടുകൾ നശിക്കാം, നമുക്കുള്ള എല്ലാം നശിച്ചു പോകുമ്പോൾ പക്ഷെ ഒന്ന് നിലനിൽക്കാം. യേശുവിന്റെ മടങ്ങി വരവിൽ നമ്മൾ നിലനിൽക്കുമെങ്കിൽ നിത്യതയിൽ നമുക്ക് കാണുവാൻ കഴിയും. അതാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-9 നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശിഷ്യന്മാർ കാണുക യേശു സ്വർഗാരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് ഹല്ലേലൂയ അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു എന്ന് യേശുവിന്റെ സ്വർഗാരോഹണം കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനത്തിൽ പറഞ്ഞു, ജയത്തോടും കാഹളനാദത്തോടും കൂടെ യേശു ആരോഹണം ചെയ്തതായി സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. യേശു എങ്ങനെ എടുത്തുകൊള്ളപ്പോ അങ്ങനെ ആയിരിക്കും അവൻ മടങ്ങി വരുന്നത്. യേശു ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരും. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം പിശാച് യേശുവിനെ പരീക്ഷിച്ചു. എന്നാൽ അവൻ തിരുവറ്റുകളെ ഉത്തരിച്ചുകൊണ്ട് പിശാചിനെ ജയിച്ചു. മത്തായി 4-ാം അധ്യായം യേശുവിനെ തോൽപ്പിക്കുവാൻ പാതാളവും രക്തവും ഒരുപോലെ ശ്രമിച്ചു. യേശുവിനെ തകർക്കുവാൻ ഹല്ലേലൂയ പാതാളവും പിശാചും ഒരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ നമ്മളെ തകർക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ കുടുംബത്തെ തകർക്കുവാൻ നമ്മുടെ തലമുറകളെ തകർക്കുവാൻ പിശാച് കടന്നു വരുമ്പോൾ അധികാരത്തിന്റെ ശുശ്രൂഷ ഇന്ന് പകൽ ദൈവമക്കൾ തന്നിട്ടുണ്ട്. അധികാരത്തോടൊന്ന് വിളിച്ചു പറയാമോ? നമ്മൾ ഇത് അധികാരത്തോടെ വിളിച്ചു പറയണം. നമുക്ക് അഭിഷേകം തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക്, ഓരോ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ ദേവദാസന്മാർക്ക്, അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ആ ദൈവം അധികാരം തന്നിട്ടുണ്ട്. അധികാരത്തോടെ ഇന്ന് പകലൊന്ന് വിളിച്ചു പറയാമോ? പിശാചിന്റെ കെട്ടുകളെ തകർക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമുക്ക് തന്ന അധികാരം ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ദൈവം അധികാരം തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാർക്ക് മാത്രമല്ല അധികാരം തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ നിൽക്കുന്ന ഓരോ ദൈവ പൈതലിനും, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിനും അഭിഷേകത്തിന് ശുശ്രൂഷ തന്നിട്ടുണ്ട്. ഇന്ന് പകല് വെറുതെ ഇരിക്കരുത്. ഇന്ന് പകൽ ദൈവം തന്നിരിക്കുന്ന അധികാരത്തോടെ നമ്മൾ എവിടെ ആയിരിക്കുന്നു അധികാരത്തോടെ ശുശ്രൂഷ ചെയ്യണം. ഈ കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുക, ആത്മാക്കളെ നേടുവാൻ. യെസ്, നമ്മൾ ഈ കസേരയിൽ ഇരുന്നു കൊണ്ട്
അല്ലെ ഞാൻ സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആത്മാക്കൾ വരികയില്ല. വെളിയിൽ ഇറങ്ങുക, കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങുക. കംഫോർട്ട് സോണിൽ നിന്ന് നമ്മൾ ഇറങ്ങണം. കംഫോർട്ട് സോണിൽ നിന്ന് ഇറങ്ങാതെ ആത്മാക്കൾ വരുത്തില്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹല്ലേലൂയ അവരുടെ മടങ്ങി വരെ ആസന്നമായിരിക്കുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ തകർത്ത് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു, പാപത്തിന്റെ കുഴിയിൽ കിടക്കുന്നു. ഹല്ലേലൂയ, എത്രയോ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം പ്രിയമുള്ളവരെ, നമ്മുടെ അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്നറിയാമോ? വെറുതെ ഈ കംഫോർട്ട് സോണിൽ ഇരിക്കുവാനല്ല. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്ന ദൈവ മക്കൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോട് വാഴ്ചയാണ്. നമ്മൾ ഒത്തിരി പ്രോഗ്രാം നടത്തുന്നു, എന്നാൽ ഒരാത്മാവ് പോലും കടന്നു വന്നിട്ടുണ്ടോ? ഒരു ചോദ്യചിഹ്നമാണ്. നമ്മൾ ആയിരക്കണക്കിന് പൈസ ചെലവാക്കുന്നു, പക്ഷെ ഓരോ ആത്മാവിനെ നമുക്ക് നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകല് ഹല്ലേലൂയ, ഇന്ന് പകല് യേശുവിന്റെ മടങ്ങുമാരവാസനമായിരിക്കുമ്പോൾ ഇന്ന് പകലൊന്ന് ഹല്ലേലൂയ ഇറങ്ങി ഒന്ന് പ്രവർത്തിക്കുവാൻ, നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് ഒന്ന് ഇറങ്ങി ഒന്ന് പ്രവർത്തിക്കുവാൻ ഇന്ന് പകല് സമർപ്പിക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, യേശുവിനെ തകർക്കുവാൻ പാതാളവും ഒരുപോലെ ശ്രമിച്ചു. അവിടെ സങ്കീർത്തനത്തെ കാണുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധ ദ്രവത്വം കാണുവാൻ സമ്മതിക്കല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ പ്രവചിച്ചിരിക്കുന്നു. മരണത്തിനോ പാതാളത്തിനോ അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ. മരണത്തിനോ പാതാളത്തിനോ അവനെ പിടിച്ചു വയ്ക്കുവാൻ, കാരണം നമുക്ക് അധികാരം തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞല്ലോ, മരണത്തിനോ പാതാളത്തിനോ അവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയില്ല. അവിടെ നമ്മൾ വായിക്കുന്നു, I am the living God, I was dead and now look I am alive forever and ever. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട് എന്ന് യേശു അരുളിച്ചെയ്തു. നമ്മുടെ ലക്ഷ്യം, ഫോക്കസ് തെറ്റരുത്, നമ്മുടെ ദർശനം തെറ്റരുത് പ്രിയമുള്ളവരെ. നമ്മളെ രക്ഷിക്കപ്പെട്ട വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കളാണ്, പക്ഷെ നമ്മുടെ ഫോക്കസ് ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. അവൻ്റെ മടങ്ങി വരവ് എന്നാണെന്നറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ ആശീർവാദം പറയുന്നതിന് മുമ്പിനും മടങ്ങി വരുന്നാൽ നമ്മൾ പോണം പ്രിയമുള്ളവരെ, നമ്മൾ പോണം. ഒരു 3 കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഐ എം ഷെയറിംഗ് 3 important theological doctrine based on these words. നമ്മൾ വായിച്ചു The great sound of victory. ഗംഭീരനാദം. ഒന്ന് പറഞ്ഞാട്ടെ, ഗംഭീരനാദം. ഈ 3 ശബ്ദം മറക്കരുത്. എല്ലാവർക്കും കേൾക്കാൻ പറ്റത്തില്ല. ഇത് കേൾക്കുമ്പോൾ ഓർത്തോണം, പോകാൻ തയ്യാറാകുക. ഇപ്പോഴേ നമ്മൾ തയ്യാറായിരിക്കണം. ഈ ശബ്ദം കേൾക്കുമ്പോൾ പോകാൻ ഒരുങ്ങിയിരിക്കണം. നമ്മളിപ്പം ലോകത്തിൻ്റെ എവിടെങ്കിലും നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് വെക്കും എല്ലാം. 1 മാസത്തിന് മുമ്പേ പാക്ക് ചെയ്ത് വെക്കും എല്ലാം. എന്തിനാ? പോകാൻ പാക്ക് ചെയ്ത് വെച്ചോണം, അല്ലെങ്കിൽ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. പോയില്ല എന്നെങ്കിൽ ഓർത്തോണം, ഒന്ന് വിളിച്ചു ചോദിക്കണം പോയോ ഇല്ലയോ എന്ന്. ഞായറാഴ്ച വന്നിട്ട് വീണ്ടും ആരാധന നടക്കരുത്, ആരാധിക്കാൻ വരരുത് അന്ന്. അതുകൊണ്ട് ഇന്ന് പകല് സമർപ്പിക്കുക പ്രിയമുള്ളവരെ, സമർപ്പിക്കുക. ഗംഭീരനാദം, ദ ഗ്രേറ്റ് സൗണ്ട് ഓഫ് വിക്ടറി. രണ്ടാമത്തെ, ദ വോയിസ് ഓഫ് ദ ആർക്കേഞ്ചൽ. 3, ട്രംപറ്റ് ഓഫ് ഗോഡ്. പെട്ടെന്ന് ഞാനൊരു വാക്കുകൾ മുന്നോട്ട് നീക്കുകയാണ്, പെട്ടെന്ന് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദ ഗ്രേറ്റ് സൗണ്ട് ഓഫ് വിക്ടറി. The sound of victory is glorious. ജയത്തിന്റെ ശബ്ദമാണ് ഗംഭീരനാദം. ജയിക്കുന്നവർക്ക് മാത്രമേ ശബ്ദം പുറപ്പെടുവിക്കുവാൻ കഴിയത്തുള്ളൂ. പരാജയർ പട്ടുപോകും. നമ്മൾ ജോലിയിലാണെങ്കിൽ ജയിച്ചാൽ നമുക്ക് സന്തോഷമാണ്. നമ്മൾ കോളേജിൽ ജയിച്ചാൽ ഗംഭീരനാദമാണ്, വീട്ടിൽ ഉല്ലാസമാണ്, എല്ലാവരും കൂട്ടുകാരെയെല്ലാം വിളിക്കും. ഗ്രാജുവേഷൻ നടക്കുന്ന ദിവസം നമ്മൾ എന്ത് സന്തോഷമാണ്,
നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മളെയൊക്കെ വിളിക്കത്തില്ലയോ? പിന്നെ ഹോട്ടലിലോട്ട് ഏത് റെസ്റ്റോറൻ്റാണോ ചോദിക്കുന്നത്? എന്താ സന്തോഷം. അതുകൊണ്ട് ജയത്തിൻ്റെ ശബ്ദമാണ് ഗംഭീരനാദം. ജയാളികളെ ചേർക്കുവാൻ യേശു വരുന്നതിലാണ് ഗംഭീരനാദം എന്ന് പറഞ്ഞിരിക്കുന്നത്. ജയാളികളെ ചേർക്കുവാൻ, പരാജിതരെ അല്ല ചേർക്കുവാൻ വരുന്നത്. നമ്മൾ പാടിയ പാട്ട് പ്രക്കളെ പോലെ കടന്നു വരും. ജയാളികളെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. ഓർത്തോണം, പരാജയത്തിലേക്ക് പോകരുത്. ദർശനം മാറ്റരുത്. സഭയുടെ ദർശനം മാറ്റരുത്. ദൈവമക്കളുടെ ദർശനം മാറ്റരുത്. കുടുംബത്തിന്റെ ദർശനം മാറ്റരുത്. നല്ല പോർ പൊരുതുന്നവരാണ് ജയാളികൾ. നല്ല പോർ പൊരുതുന്ന, ദൈവവചനം ഉള്ളിൽ അധിവസിക്കുന്നതിനാലും ദൈവപുത്രന്മാരായിത്തീരുന്നതിനാൽ അവർ ജയാളികളായിത്തീരുന്നു. നോക്കണം, നല്ല പോർ പൊരുതി. അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മളെ ആര് മരിച്ചാലും ഇത് പറയും, പക്ഷെ ഞാനത് പറയത്തില്ല. എന്താ കാരണം? നല്ല പോർ പൊരുതിയോ? നല്ല പോർ പൊരുതിയോ? അപ്പോസ്തലൻ പൗലോസ് എവിടെ കിടന്നോ മനുഷ്യൻ? അവസാനം കാരാഗ്രഹത്തിൽ തുണി പോലും ഇല്ലാതെ, പുതപ്പ് പോലും ഇല്ലാതെ കിടക്കുന്ന മനുഷ്യൻ ഇന്ന് രാത്രി കൊല്ലപ്പെടാൻ പോവുകയാണ്. അവനറിയാം കൊല്ലപ്പെടാൻ പോവുകയാണ്. പക്ഷെ പറയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു. ഓട്ടം ഓടുക, ഒരിടത്തുനിന്ന് മറ്റൊരിടത്തോട്ട്, സഭകൾ സ്ഥാപിക്കുക, ആത്മാക്കളെ നേടുക. ഹോ, നമ്മൾ എത്ര പേര് ആത്മാക്കളെ നേടി ഇന്ന് പകല്? ചിന്തിച്ചോണം, പുറകോട്ടൊന്ന് ചിന്തിച്ചോണം. പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്ത് ആ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും പറയും, എല്ലാവരും സ്റ്റേജിൽ കയറിയിട്ട് പറയുക, നല്ല പോർ പൊരുതി, ഈ സഹോദരി നല്ല പോർ പൊരുതി, സഹോദരൻ നല്ല പോർ പൊരുതി. പക്ഷേ എന്തോ ചെയ്തത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഇന്ന് പകല് അപ്പോസ്തലൻ പൗലോസിനെ പോലെ നമുക്ക് വിളിച്ചു പറയണം ഉറപ്പോടെ, വെൽ ഡൺ, വിശ്വസ്തനായ ദാസനെ എന്നൊരു വിളി കേൾക്കണം. അവിടെ നമ്മൾ വായിച്ചു, ഉയരത്തിലെ ശക്തി പ്രാപിച്ച് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം ജയം പ്രാപിക്കണം. നാം പ്രാപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് ബലഹീനതയുടെ ആത്മാവല്ല, ജയത്തിന്റെ ആത്മാവത്രേ. ബലഹീനതയുടെ ആത്മാവല്ല, ജയത്തിന്റെ ആത്മാവത്രേ. ഉയർപ്പിൻ ശക്തി ബലഹീനതയെ ജയിച്ച ശക്തി അത്രയും. അന്ധകാര ശക്തികളെ ജയിക്കുന്ന ശക്തിയാണ് അഭിഷേകത്താൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ജയത്തിന്റെ ശബ്ദം എല്ലായ്പ്പോഴും നമ്മിൽ മുഴങ്ങണമെങ്കിൽ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതണം. ജീവൻ, ഇന്ന് പകല് ജീവൻ വിലയേറിയതായി എണ്ണരുത്. എത്ര പേര് ശ്രദ്ധിച്ചു? എത്ര പേര് ശ്രദ്ധിച്ചു? ജീവൻ വിലയേറിയതായി എണ്ണരുത്. Don't count life as precious. ശരീരത്തെയോ ജീവനെയോ ശരീരത്തെയോ സ്നേഹിക്കരുത്. സ്നേഹിക്കണം, പക്ഷെ ഓവർ ആകരുത്. Don't love life or body. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ജീവൻ തന്ന്, ശ്രദ്ധിക്കണം, ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച യേശുവിനെ നാം സ്നേഹിക്കണം. Let us love Jesus who loved us and gave his life. ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ച യേശുവിനെ നാം സ്നേഹിക്കുക. വിശ്വാസത്തിന്റെ പരിശോധനകൾ നമ്മൾക്കുണ്ടായേക്കാം. ഒത്തിരി പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്നിരിക്കാം. എന്നാൽ അതെല്ലാം പുറകോട്ട് മാറ്റിക്കൊണ്ട് വിശ്വാസത്തോടെ മുന്നോട്ട് ഓടണം. അവന്റെ വാഗ്ദാനം കാത്തുകൊണ്ട്, അവന്റെ അതേ പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്കും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. Since you have kept my command to endure patiently, I will also keep
you from the hour of trial that is going to come on the whole world to test the inhabitants of the earth. ജയാളികൾ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ജയാളികൾ കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കും. The victors will hear the Lord's glorious voice. മറക്കരുത്, ഗംഭീരനാദം. the great sound of victory. രണ്ടാമത്തേത്, second point, പ്രധാന ദൂതന്റെ ശബ്ദം. The voice of the archangel. പ്രധാന ദൂതന്റെ ശബ്ദം. Hebrews 1st chapter 14 verse says, angels were created as servant spirit. ദൂതന്മാരെ സേവകരായി സൃഷ്ടിച്ചു. മീഖായേൽ യുദ്ധം ചെയ്യുന്നു. മൈക്കൽ ഫൈറ്റ്സ്. സാറാഫുകൾ സ്തുതിക്കുന്നു. സെറബ്യം പ്രൈസ്. ഗബ്രിയേൽ ആശ്വാസത്തിന്റെ ദൂത് കൊടുക്കുന്നു. ഗബ്രിയേൽ brings a message of comfort. മുന്നോട്ട് ഞാൻ പറയുന്നു, മീഖായേൽ യുദ്ധം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. നമ്മുടെ രോഗത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. നമ്മുടെ വേദനയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. സാറാഫുകൾ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷെ ഗബ്രിയേൽ ആശ്വാസത്തിന്റെ ദൂത് കൊടുക്കുന്നു. ഇത് മൂന്നും നടക്കുമ്പോൾ ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളോട്, ദൈവമക്കളോട്, എന്നോടും. ദൈവം തന്ന, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്താൽ നമുക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? അതേ ദൂത് കൊടുക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്കിന്ന് പകല് കഴിയുന്നുണ്ടോ? യോബിന് ഈ വിധ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു. അതവിടെ നമ്മൾ വായിക്കുവാൻ കഴിയുന്നത് ജോബ് 4th chapter verse 3. Behold, thou hast instructed many, and also hast strengthened the weak hands. നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിക്കുന്നു. അത് യോബിനോട് പറയുന്ന സഹോദരന്മാർ പറയുന്ന രംഗമാണ് നമ്മൾ ഇത് കാണുവാൻ കഴിയുന്നത്. നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ അതേ ശക്തീകരിക്കുന്നു. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാനും ബലഹീനതയിൽ താങ്ങുവാനും നമുക്ക് കഴിയണം. ഇന്ന് പകരം എത്ര പേര് അങ്ങനെ ചെയ്യുന്ന ദൈവമക്കളുണ്ട്? ഇവിടെ ഇരിക്കുന്നവരെല്ലാം ചെയ്യുന്നതായിട്ട് അറിയാം. പക്ഷേ ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ, ബലഹീനതയിൽ അതേ താങ്ങുവാനും നമുക്ക് കഴിയണം. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ അവർക്ക് ബുദ്ധി ഉപദേശം നൽകണം. അതാ the voice of the archangel. അതേ ഗബ്രിയേൽ യേശുവിനെ, ദാനിയേലിനെ, ദാവീദിനെ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഗബ്രിയേൽ അതേ encourage and strengthen Jesus, Daniel and David. അതേ യേശുവിനെ, അതേ ദാനിയേലിനെ, ദാവീദിനെ ധൈര്യപ്പെടുത്തുന്ന ഗബ്രിയേൽ ദൂതൻ. അതേ പാർശ്യ രാജ്യത്തിന്റെ പ്രഭുവായുള്ള 21 ദിവസത്തെ പോരാട്ടത്തിൽ ജയം പ്രാപിക്കുവാൻ മീഖായേൽ തന്നെ സഹായിച്ചു എന്ന് ദാനിയേൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രധാന ദൂതനായ മീഖായേലിന്റെ ശബ്ദം നമ്മിൽ എന്നും എപ്പോഴും ഉയരണം. ദൈവമക്കൾ, അതേ സാറാഫുകൾ ദൈവത്തെ പരിശുദ്ധൻ 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 എന്ന് സ്തുതിച്ചതുപോലെ നാമും ദൈവത്തെ സ്തുതിക്കണം. കെരൂബുകൾ അതേ സാക്ഷിക്കുന്നു. കെരൂബുകൾ ഏദൻ തോട്ടത്തെ സൂക്ഷിച്ചു.
അതേ, ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന ദൈവ പൈതലേ, വേർപാട് ജീവിതം ചെയ്ത നമ്മെ തന്നെ നിർമ്മലനായി സൂക്ഷിക്കണം. ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയുന്നു, വേർപാട് ജീവിതം, സെപ്പറേഷൻ, അതേ, നമ്മുടെ ജീവിതം നിർമ്മലമായി സൂക്ഷിക്കണം. ഒരു മണ്ണുമാട്ടി എങ്ങനെ സൂക്ഷിക്കുന്നത് പോലെ, അതേ, വിശുദ്ധ ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ, വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കൾ, നമ്മുടെ വേർപാട് അതേ ഏറ്റവും പ്രാധാന്യമേറിയതാണ്. അതുകൊണ്ട് ഫസ്റ്റ് Timotheus chapter 5 verses 22 says, keep thyself pure. നമ്മളെ തന്നെ വേർപാടിൽ സൂക്ഷിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ വോയിസ് ഓഫ് ദ ആർക്കേഞ്ചൽ കേൾക്കുവാൻ പറ്റുകയുള്ളൂ. എത്ര പേര് ഏറ്റെടുക്കുന്നു? എത്ര പേര് ആശ്വാസത്തിന്റെ ദൂത് കൊടുക്കണം? ചിലരുണ്ട്, തീക്കകത്ത് കിടക്കുമ്പോൾ കുറച്ച് തീയൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും, കത്തിക്കും. നമ്മളെ പിടിച്ചു കൊണ്ടുവരുവാൻ, തീയിൽ കിടക്കുന്ന ചില ആത്മാക്കളെ കൊണ്ടുവരുവാൻ, ചില ജീവിതങ്ങളെ കൊണ്ടുവരുവാൻ ഇന്ന് പകൽ സമർപ്പിക്കുവാൻ തയ്യാറുണ്ടോ പ്രിയമുള്ളവരെ? ദ വോയിസ് ഓഫ് ദ ആർക്കേഞ്ചൽ, ആശ്വാസത്തിന്റെ ദൂത് കൊടുക്കുവാൻ അവരെ ഒന്ന് കരം പിടിച്ച്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മളെ കാണുന്നവർ, നമ്മളെ എവിടെ കിട്ടിയാലും അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ദൈവം വഴി നടത്തുമെന്നൊക്കെ ഒന്ന് പറയണം. നമുക്ക് ദൈവമുണ്ട് ഒന്നൊന്ന് പറയണം പ്രിയമുള്ളവരെ. നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അവർക്കൊരു കരം കൊടുക്കുവാൻ ഈ ദൈവസഭ അതിനൊരുങ്ങട്ടെ. ഇന്ന് പകല ഇന്നൊരുങ്ങണം പ്രിയമുള്ളവരെ. എല്ലാ ഞായറാഴ്ച നമ്മൾ വന്നു പോന്നു, 2 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നു, പോന്നു, വീട്ടിൽ ചെന്നിട്ട് പഴയതുപോലെ. എത്ര പേര് നമ്മുടെ ഈ വചനങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്? എത്ര പേര് ഓർത്തിരിക്കുന്നുണ്ട്? ഇല്ല എങ്കിൽ ഇന്ന് പകല് സമർപ്പിക്കണം പ്രിയമുള്ളവരെ. മൂന്നാമത്തേത് ഫൈനലി ദൈവത്തിന്റെ കാഹളം, ദ ട്രംപറ്റ് ഓഫ് ഗോഡ്. ട്രംപറ്റ് ഓഫ് ഗോഡ് മൂന്നാമത്തേത്, ദ ട്രംപറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ, അതേ, ദൈവത്തിന്റെ കാഹളം, ദ ട്രംപറ്റ് ഓഫ് ഗോഡ്. ഈ 3 ശബ്ദം കേൾക്കും. വിളിച്ചൊന്ന് ചോദിക്കണം പോയോ ഇല്ലയോ എന്നൊക്കെ. ചിലപ്പോൾ നമ്മൾ കേൾക്കത്തില്ല, ഉള്ള വിശുദ്ധന്മാർ കേൾക്കും, അവരങ്ങ് പോകും. പിന്നെ ഞായറാഴ്ച നമ്മൾ ബൈബിൾ എടുത്ത്, ഞാൻ ഉൾപ്പെടെയാ പറയുന്നത്, ബൈബിൾ എടുത്ത് ഇവിടെ വന്ന് ആരാധിക്കും. അങ്ങനെ ആകരുത്. പിറ്റേ ഞായറാഴ്ച ഇവിടെ ആരും കാണരുത്, ഒറ്റ മനുഷ്യർ ഇവിടെ കടന്നു വരരുത്. അതെൻ്റെ ഒരു പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അവിടെ നിത്യതയിൽ കാണും. ഈ പുറമെയുള്ള ശരീരം മണ്ണിൽ നിന്നെടുത്ത മണ്ണിലോട്ടങ്ങ് പോകും. 2-ാമത്തെ ദിവസം നമ്മളൊരു 4 ദിവസം ബോഡി നമ്മുടെ പെരയ്ക്കകത്തൊന്ന് വെച്ചട്ടെ, നാറ്റം കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. മനുഷ്യ ശരീരം ഏറ്റവും അധികം ചീഞ്ഞു പോകുന്ന മനുഷ്യ ശരീരം. ആ നാറ്റം നമ്മൾ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മക്കളാണെങ്കിലും എന്തിനാ ഇവിടെ വെച്ചേക്കുന്നതെന്ന് ചോദിക്കും. ഈ ബോഡി എന്തിനാ ഇങ്ങോട്ട് വെച്ചേക്കുന്നത്? ഇത് നാറ്റം കൊണ്ട് നിറയുവാന്നല്ലോ. ഒന്ന് ഇന്ന് പകല അതേ ട്രംപറ്റ്, ദൈവത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കണം. ഞാൻ പ്രോസ്പെരിറ്റി തിയോളജി അല്ല പ്രസംഗിക്കുന്നത്, എനിക്കിഷ്ടമല്ല പ്രോസ്പെരിറ്റി തിയോളജി പ്രസംഗിക്കുന്നത്. സത്യം പറഞ്ഞ എന്താ, ഈ വചനം അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഉറപ്പാ ദൈവം നടത്തിയിരിക്കും. യെസ്, നമ്മുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. എത്ര പേര് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു. ദൈവത്തിന് വേണ്ടി വിശ്വസ്തിയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. രോഗസൗഖ്യം തന്നിരിക്കും, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. നമ്മുടെ തലമുറകളെ ദൈവം വരാൻ താമസിച്ചാൽ നല്ല നിലയിലാക്കും, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാ. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു, നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളെ നിലവിളിച്ച് പ്രാർത്ഥിച്ചതാ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹിച്ചത്. നമ്മളെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ചു, നമുക്ക് കാറ് തന്നു, നമുക്ക് വീട് തന്നു, നമുക്ക് ജീവിക്കുന്നതെല്ലാം തന്നു. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണോ മേടിച്ചത്? അല്ല, ദൈവം തന്നിരിക്കും. പ്രാർത്ഥിക്കുന്നത് നല്ലതാ, പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കണം. പക്ഷെ ദൈവം തന്നിരിക്കും പ്രിയമുള്ളവർ. ജോലി പോയാൽ അടുത്ത ജോലി ദൈവം ഒരുക്കും. എത്ര പേര് വിശ്വസിക്കുന്നു?
വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഞാൻ ദൈവത്തെ നന്ദിയോടെ വാച്ചാണ്. ഹല്ലേലൂയ. എൻ്റെ ജോലി ഇന്ന് പോയാൽ ഹല്ലേലൂയ നാളെ വേറൊരു ജോലി ദൈവം തന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവം പുതിയ വഴികൾ തുറക്കും. അതുകൊണ്ടാണ് ഈ പഴയ ജോലി കളയുന്നത്. ഹല്ലേലൂയ. പുതിയ ഓപ്പണിംഗ് തരുവാൻ വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കാൻ ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാച്ചാണ്, സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. നമ്മുടെ സമയം മുന്നോട്ട് നീങ്ങിയാണ്, സമയം തീരാൻ പോവുകയാണല്ലോ. ഇന്ന് പകല ഹല്ലേലൂയ അതേ ഗിബ്രിയ ഇന്ന് പകല ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുവാൻ കാഹളം ഊതിയിരുന്നു. അവരെല്ലാം ഒന്നിച്ച് തയ്യാറായി, തലേദിവസം പാക്ക് ചെയ്തു പോകാൻ, ഞങ്ങളുടെ രാജ്യത്തോടെ തിരിച്ചു പോകുവാൻ. ദൈവം വാഗ്ദത്തം ചെയ്ത ആ സ്വർഗീയ ദേശത്തേക്ക് പോകുവാൻ പാക്ക് ചെയ്ത് തലേദിവസം എല്ലാം റെഡിയാക്കി വെച്ചേക്കോ, പോകാൻ വേണ്ടി, കാഹളം ഊതാൻ കേൾക്കാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുവാൻ കാഹളം ഊതിയിരുന്നു. ദൈവദൂതന്മാർ ദൈവത്തിന്റെ കാഹളത്തിനൊത്തവണ്ണം അവരുടെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം കേട്ടാൻ പറ്റിയ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ എന്ന് സങ്കീർത്തനത്തിൽ വിളിച്ചു പറയുന്നു. നമ്മൾ വായിക്കുന്ന ഇത് നടത്തിപ്പിനെ വെളിപ്പെടുത്തുന്നു. പൂർണ്ണമായി ദൈവത്തിൽ അനുസരിക്കുന്ന ശുശ്രൂഷയാണ് കർത്താവ് നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ഹല്ലേലൂയ ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ ഹല്ലേലൂയ സബ്മിഷനിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാണെങ്കിൽ ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ. മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തി. ഹല്ലേലൂയ. അനന്തരം യോശുവയും ജനത്തെ നടത്തി. ഹല്ലേലൂയ. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥ സഭ. മൽക്കിസേദക്കിന്റെ ക്രമപ്രമാണ ശുശ്രൂഷ, നീതിയുടെ ശുശ്രൂഷ അത്രയും. ഇന്ന് പകല ഞാൻ വാക്കുകൾ മുന്നോട്ട് അധികം പോകുന്നില്ല, ചുരുക്കിയാണ്. വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരുതുക. To fight the good fight of faith. വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരുത്, നടത്തിപ്രകാരം ജീവിക്കുവാൻ, living to accordingly, divine guidance. ദൈവത്തിന്റെ ശബ്ദം കേട്ട് വരമെങ്കിൽ എടുക്കപ്പെടുവാൻ ഇന്ന് പകൽ നമ്മളെ ഒരുക്കാമോ? Let us prepare ourselves to be taken up at the sound of victory. ഇന്ന് പകല് ആ വിശ്വാസത്തിന്റെ നല്ല പുറപ്പൊരുതുവാൻ ഇന്ന് പകല് നമ്മളെ തന്നെ അത് സമർപ്പിക്കുവാൻ തയ്യാറുണ്ടോ? നമ്മുടെ മരണത്തിനും ദൈവം എന്നാ വരുന്നതെന്ന് അറിയില്ല. അല്ല, ഒന്നുകിൽ നമ്മൾ മരിക്കും. ഞാനൊരു കാര്യം പറയണം, ഫോർ ദ ബിലീവർ, വളരെ ശ്രദ്ധിക്കണം. ഫോർ ദ ബിലീവർ, ഡെത്ത് ഈസ് ജസ്റ്റ് ദ ഡോർവേ ടു അവർ എറ്റേണൽ ഹോം വിത്ത് അവർ ഫാദർ. ഫോർ ദ ബിലീവർ, death is not an end. It is the doorway to a new life of serving the Lord in heaven. Our days on earth are just the beginning of our existence. They will seem like only a few minutes compared to an eternity spent in His presence. ഈ ലോകത്തിലെ ദീപന്ത് താൽക്കാലികമാണ്. നമ്മൾ അവിടെ ശുശ്രൂഷ ചെയ്യാൻ പോകണം. എവിടെ? ഹല്ലേലൂയ. നിത്യമായ രാജ്യത്ത്, നിത്യതയിൽ. ഇന്ന് പകല വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരുതുവാൻ നമ്മൾ കേൾക്കാത്ത 3 പോയിന്റ് മറക്കരുത്. കാഹളത്തിന്റെ ശബ്ദം, the voice of the archangel, the trumpet of God, great sound. 3 ഈ ശബ്ദം മറക്കരുത്. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഓർത്തോണം, കാഹളം കേൾക്കുമ്പോൾ പോകാൻ വേണ്ടി ഒരുങ്ങിക്കോ. ഹല്ലേലൂയ. കാഹളം ശബ്ദം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, കാഹളം ശബ്ദം കേൾക്കുമ്പോൾ ഇന്ന് പകല് ഹല്ലേലൂയ. നമുക്കറിയത്തില്ല എപ്പോഴാണ് ഈ കാഹള ശബ്ദം കേൾക്കുന്നതെന്ന്. ചിലപ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാഹള ശബ്ദം കേൾക്കുമ്പോൾ, എൻ്റെ ഈ ലോകത്തിലെ ജീവിതം ഹല്ലേലൂയ കഷ്ടതയും വേദനകളും കണ്ണുനീരും എല്ലാം അവസാനിച്ചു, ഞാൻ പോകാൻ പോകുകയാണ്, ഞാൻ പറന്നു പോകാൻ പോകുകയാണ്. ഇന്ന് പകല് ഹല്ലേലൂയ എല്ലാ ദൈവമക്കളും ദൈവസന്നിധി ഒന്ന് എഴുന്നേറ്റാട്ടെ, നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ, വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരുതുവാൻ ഇന്ന് പകല് ഹല്ലേലൂയ നമ്മുടെ ഓട്ടം തികയ്ക്കുവാൻ, ഹല്ലേലൂയ ദൈവത്തിന്റെ ആ ശബ്ദം കേൾക്കുമ്പോൾ, കാഹളത്തിന്റെ ധ്വനി കേൾക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ തന്നെ ഒരുക്കി പോകുവാൻ ഇന്ന് പകലൊന്ന് സമർപ്പിക്കുവാൻ തയ്യാറുണ്ട്. എത്ര പേര് സമർപ്പിക്കും പ്രിയമുള്ളവരെ? എത്ര പേര് ഈ വചനങ്ങളെ ഏറ്റെടുക്കും പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. എല്ലാ ദൈവജനവും ഹല്ലേലൂയ കടങ്ങളെ ഹല്ലേലൂയ നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് ദൈവസന്നിധി സമർപ്പിക്കുവാൻ തയ്യാറുണ്ടോ? സ്ഥിരതയോടെ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നല്ല പോർപ്പൊരുതുവാൻ
ഇന്ന് പകൽ എല്ലാ ദിനങ്ങളും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിനങ്ങളും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. ദൈവമേ, എന്നെ ഒന്ന് കൊണ്ടുപോണേ, എന്നെ ഇവിടെ കടത്തരുത്, എന്നെ നിത്യതയിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ, ഞാൻ ഒരുങ്ങുവാൻ ഏതെങ്കിലും കുറവുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണ്.